നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈയിടെ നടന്ന ഒരു സർവേയിൽ ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളാണ് പുറത്തു വന്നത്. മലയാളികളായ സ്ത്രീകൾക്കിടയിൽ നടത്തിയ ഒരു സർവേയിലാണ് ഈ ഒരു വിവരം പുറത്തു വന്നത്. ലൈംഗിക ജീവിതത്തിൽ രതിമൂർച്ചയെന്ന അനുഭൂതി അനുഭവിക്കാത്ത സ്ത്രീകളാണ് കേരളത്തിൽ ഭൂരിഭാഗവുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇതിന് സ്ത്രീകളല്ല ഉത്തരവാദി, പുരുഷന്മാർ മാത്രമാണ്. പങ്കാളിയുടെ യാതൊരു വികാരവും മനസ്സിലാക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി കിടപ്പറയെ പ്രാപിക്കുന്ന പുരുഷന്മാര് ഇതിന് ഉത്തരവാദികളല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? പുരുഷനെ പോലെയല്ല സ്ത്രീകൾ. പുരുഷൻ പെട്ടെന്ന് രതിമൂർച്ചയിലെത്തും. അവന് ശുക്ലമൊന്ന് പുറത്തേക്ക് പോയാൽ എല്ലാം കഴിഞ്ഞു. എന്നാൽ സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല. അവർ പതുക്കെ ഉണർന്ന് പതുക്കെ രതിമൂർച്ചയിലെത്തി പതുക്കെ തന്നെ രതിമൂർച്ചയുടെ ആലസ്യത്തിൽ നിന്ന് വിട്ടുണരുന്നവരാണ് സ്ത്രീകൾ. അതുപോലെ ചില ഭർത്താക്കന്മാരുണ്ട്, പകൽ മുഴുവൻ ഭാര്യയോട് ദേഷ്യപ്പെടുകയും അവളെ അപമാനിക്കുകയും ചെയ്തിട്ട് രാത്രി കിടക്കയിൽ അവളിൽ നിന്ന് ആനന്ദം കണ്ടെത്തുവാൻ വേണ്ടി പങ്കാളിയെ സമീപിക്കുന്നു. ഇത്തരം സ്വഭാവങ്ങളുള്ള പുരുഷന്മാർക്ക് ഒരിക്കലും തന്റെ സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കാൻ സാധിക്കില്ല. സ്നേഹവും ലാളനയും കിടക്കയിൽ മാത്രമായാൽ ഒരിക്കലും സ്ത്രീയുടെ വികാരത്തിൽ വേലിയേറ്റങ്ങൾ ഉണ്ടാകില്ല. പുരുഷനേക്കാൾ വളരെ സാവധാനത്തിൽ ഉത്തേജിതയാകുന്ന സ്ത്രീ ക്രമാനുഗമായ പുരോഗതിയിലൂടെ മാത്രമേ രതിമൂർച്ചയിൽ എത്തത്തുള്ളൂ. തുടർന്ന് പുരുഷനേക്കാൾ സാവധാനമേ ഉത്തേജിത അവസ്ഥയിൽ നിന്നും അവൾ പുറത്തു കിടക്കൂ. ഈ അവസ്ഥ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് മിക്ക പുരുഷന്മാരും ചോദിക്കുന്നത്. എനിക്കും ഒരുപാട് പുരുഷന്മാരുടെ മെയിലുകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. എങ്ങനെ സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാം, എങ്ങനെ സ്ത്രീയുടെ രതിമൂർച്ച മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ സ്ത്രീ രതിമൂർച്ചയിലേക്ക് എത്താൻ പോകുന്നു, അല്ലെങ്കിൽ ആ നിമിഷത്തിലേക്കാണ് എന്ന് പറയേണ്ടത് സ്ത്രീകളാണ്. പ്രത്യേകിച്ച് മലയാളികളായ സ്ത്രീകൾ ഒരിക്കലും താൻ രതിമൂർച്ചയിലേക്ക് എത്താൻ പോകുന്നു എന്ന് പറയുന്നവർ ചുരുക്കമാണ്. എന്നാൽ പുരുഷന് സ്ത്രീയുടെ ശരീര വ്യതിയാനങ്ങൾ മനസ്സിലാക്കി തന്റെ പങ്കാളി രതിമൂർച്ചയിൽ എത്താൻ പോകുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അനിയന്ത്രിതമായ ശ്വാസഗതി, വർദ്ധിച്ച നെഞ്ചിടിപ്പ്, പങ്കാളിയെ മുറുക്ക പുണരുക, അമിത വിയർപ്പ്, ശീൽക്കാര ശബ്ദങ്ങൾ, യോനിയിലെ വഴുവഴുപ്പ്, യോനിയിലെ മുറുക്കം കുറയൽ തുടങ്ങി തന്റെ പങ്കാളിയുടെ മുടി പിടിച്ചു വലിക്കുന്ന രീതി വരെ സ്ത്രീകൾ രതിമൂർച്ചയിലെത്തി എന്നതിന് ഉദാഹരണങ്ങളാണ്. ഇത് പുരുഷന്മാർ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ചോദിച്ചറിയുകയോ വേണം. രതിമൂർച്ച സമ്മാനിക്കുന്നത് യോനിയെ പരിചരിക്കുന്നത് വഴിയാണ്. ജി സ്പോട്ട് എന്ന മാന്ത്രിക ചെപ്പ് സ്ത്രീകളെ അനുഭൂതിയുടെ ഉന്നതിയിലെത്തിക്കും. മാറിടങ്ങളിലെ തലോടലും പുറം ഭാഗങ്ങളിൽ ചുംബിക്കുന്നതും സ്ത്രീയെ ആനന്ദത്തിന്റെ പർദീസയിൽ എത്തിക്കും. നിങ്ങളുടെ പങ്കാളിയുടെ ഏത് ശരീരഭാഗങ്ങളിലാണ് കൂടുതൽ ഉത്തേജനം കിട്ടുന്നതെന്ന് ഒരു പുരുഷൻ അറിഞ്ഞിരിക്കണം. സ്ത്രീയോട് ചോദിച്ചറിയുകയും ചെയ്യാം. ഈ പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചിലർക്ക് കഴുത്തിന്റെ പിൻഭാഗത്തായിരിക്കും, ചിലർക്ക് പുറത്തായിരിക്കും, ചിലർക്ക് മാറിടങ്ങളിലായിരിക്കും, ചിലർക്ക് ചെവിയിലായിരിക്കും, ചിലർക്ക് വയറിലായിരിക്കും, ചിലർക്ക് തുടയിലായിരിക്കും. അങ്ങനെ ഓരോ സ്ത്രീക്കും തന്റെ ശരീരത്തിന്റെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗം ഏതാണെന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. അത് പുരുഷന്മാർ ചോദിച്ച് മനസ്സിലാക്കി വെക്കുന്നത് എന്തുകൊണ്ടും ലൈംഗിക ബന്ധവേളയിൽ നല്ലതാണ്. ആ പ്രദേശങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. തന്റെ പങ്കാളിയുടെ സന്തോഷത്തിനും സുഖത്തിനും കൂടുതൽ പരിഗണന നൽകിയാൽ തന്നെ ലൈംഗിക ബന്ധം ആനന്ദകരമാക്കാം. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ് ഇതിന് വേണ്ടത്. തന്റെ പങ്കാളിയെ എങ്ങനെ പൂർണ്ണ തൃപ്തിയിൽ കൊണ്ടുവരാം എന്ന് പുരുഷനും സ്ത്രീയും വിചാരിക്കണം. അപ്പോൾ രണ്ടുപേർക്കും തുല്യമായ രീതിയിൽ തന്നെ രതിസുഖം അനുഭവിക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.